ഷാർജ മരുഭൂമിയിലെ ഗോതമ്പ് പാടത്ത് വീണ്ടും വിളവെടുപ്പ് നടന്നു. ഷാർജ എന്ന മരുഭൂമിയെ കാർഷിക ഭൂമിയാക്കുമെന്ന വലിയ സ്വപ്നത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വിളവെടുപ്പ്. ഷാർജ മലീഹയിലെ ഈ ഗോതമ്പ് പാടം എന്നും വാർത്തകളിൽ താരമാണ്. ഇത് പ്രധാന കാരണം ഷാർജ ഭരണാധികാരിയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. ഇപ്രകാരം ഓരോ വിളവെടുപ്പുകളും UAE കാർഷിക ചരിത്രത്തിലേക്ക് പുതിയ പാഠം കൂടിയാണ് സമ്മാനിക്കുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കാത്ത ശുദ്ധമായ ഗോതമ്പ് പാടമാണിത്. എല്ലാ വർഷവും ഇവിടെ വിളവെടുപ്പ് നടക്കുന്നു. എന്നാൽ ഇതൊരു വിളവെടുപ്പിനപ്പുറം ഒരു മരുഭൂമിയെ ഹരിതഭൂമിയാക്കുന്ന വിജയത്തിൻ്റെ കൊയ്ത്തുത്സവമാണിത്. ഈ പ്രാദേശിക കൃഷിയിലൂടെ UAE വർഷാവർഷമുള്ള ഗോതമ്പ് ഇറക്കുമതി കുറയ്ക്കാനും രാജ്യം ലക്ഷ്യമിടുന്നു. ഷാർജ മലീഹയിലെ ഈ ഗോതമ്പ് പാടം ഇതിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. നിലവിൽ UAE ഗോതമ്പിനായി ആശ്രയിക്കുന്ന പ്രധാന രാജ്യം ഇന്ത്യയാണ്. ഇപ്രകാരം കീടനാശിനികൾ ഉപയോഗിക്കാത്ത ശുദ്ധമായ ഗോതമ്പ് വിളകൾ നൽകുന്ന പാടമാണിത്. UAE കാർഷിക ചരിത്രത്തിൽ പുതിയ അധ്യായം ചേർത്തുകൊണ്ട് 2023 മാർച്ചിലാണ് ഗോതമ്പ് പാടത്തെ ആദ്യഘട്ട വിളവെടുപ്പ് തുടങ്ങിയത്. ഷാർജ മലീഹ ഗോതമ്പ് പാടം ഇതോടെ ലോകശ്രദ്ധ നേടി. കീടനാശിനികൾ ഉപയോഗിക്കാത്ത ശുദ്ധമായ ഗോതമ്പിന്റെ വിളവെടുപ്പിനപ്പുറം നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയിൽ വിളഞ്ഞ ഹൈടെക് ഗോതമ്പ് പാടം എന്ന പേരും ഷാർജ ഇതിലൂടെ സ്വന്തമാക്കുന്നു. أنا أشيل المكانات الكبيرة أوديها لهناك، وهذه هي اللي تبذر له، وهذه هي اللي تحرث له، وهذه مشكلة كبيرة يعني علينا يعني. لكن إحنا ما نوريهم هذا، نقول نحن عجزانين عنكم، لا يعني إحنا نشجعهم يعني. ولذلك إن شاء الله. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഈ ദൗത്യം ഏറ്റെടുത്തത് 2023 വർഷത്തിലാണ്. തുടർന്ന് ഓരോ വർഷവും വിവിധ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നു. ഗോതമ്പ് പാടത്തെ ഒരു വിളവെടുപ്പ് എല്ലാ വർഷവും ഇത്രമാത്രം ലോകശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചിന്തിച്ചു കാണും. ഇതിനെല്ലാം ഉത്തരം നൽകുന്നത് ഈ ഭരണാധികാരിയുടെ നേരിട്ടുള്ള സാന്നിധ്യമാണ്. 86 വയസ്സെന്ന തൻ്റെ പ്രായത്തിൻ്റെ വെല്ലുവിളികളെ പോലും മറന്ന് എല്ലാ വർഷവും ഈ പാടത്തെ വിളവെടുപ്പിന് അദ്ദേഹം ഓടിയെത്തുന്നു. ഇന്റർനെറ്റിന് മുന്നിൽ മണിക്കൂറുകളോളം തലകുനിച്ചിരിക്കുന്ന ഒരു പുതിയ തലമുറയ്ക്കുള്ള കാർഷിക പാഠം കൂടിയാണ് ഈ വിളവെടുപ്പ്. مقالا يوضح فيه أن العلماء الإماراتيين استطاعوا استزراع قمح تعدت نسبة البروتين فيه 19%. ഷാർജ മലീഹയിലെ ഗോതമ്പ് പാടത്തെ ഈ വിളവെടുപ്പിനൊപ്പം കൃഷിയിടങ്ങൾ നടന്നു കാണാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. മണ്ണും ധാന്യങ്ങളും ഒരു ഭരണാധികാരി നേരിട്ട് പരിശോധിക്കുന്നു. ഇങ്ങനെ നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള ഒരു വിളവെടുപ്പാണിത്. ഇത് ലോകത്തിന് അതിനാൽ മാതൃകയാകുന്നു. ജലസേചനം കാര്യക്ഷമമാക്കുന്നതിന് അത്യാധുനിക ഉപകരണങ്ങളും നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യകളും ഇവിടെ ഉപയോഗിക്കുന്നു. ഇതുവഴി ജലസേചനത്തിന്റെ 30% ലാഭിക്കുന്നു. കൂടാതെ സമയവും അധ്വാനവും ഇവർ കൂടുതലായി നേടിയെടുക്കുന്നു. കാർഷിക മേഖലയിലെ കുറവുകൾ കണ്ടെത്താനും ഈ നിർമ്മിത ബുദ്ധി സഹായിക്കുന്നു.
ഇങ്ങനെ നാട്ടിലേതുപോലെ തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കാതെയുള്ള ഒരു ഹൈടെക് ഗോതമ്പ് പാടവും ഇവിടുത്തെ കൃഷി രീതികളും മലീഹയെ കൂടുതൽ മനോഹരമാക്കുന്നു.